നമസ്കാരം. പ്രമുഖ വ്ളോഗറിന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയ സംഭവം. ആ സംഭവത്തില് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ ചർച്ചകളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല, വലിയ വാർത്തകളൊന്നും പുറത്തു വരുന്നില്ലായിരുന്നു. എന്നാൽ അതിന് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒളിച്ചോടിപ്പോയ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. കാരണം ഒളിച്ചോടി പോയി എന്ന് പറയുന്ന പെൺകുട്ടി ദേ അച്ഛന്റെ വീട്ടിൽ നിൽക്കുന്നു, എന്താണ് സംഭവം, ഇനി ഒളിച്ചോടി പോയിട്ടില്ലയോ, ചുമ്മാതായിരുന്നോ എന്നൊക്കെയുള്ള കുറെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഓൺലൈൻ മീഡിയാസില് മനോരമയിലോ അങ്ങനെ എങ്ങാണ്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വാർത്ത, ഒളിച്ചോടി പോയി എന്ന് പറയുന്ന പെൺകുട്ടി ദേ അച്ഛന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞ് പ്രതികരണം നടത്തിയേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തയും വന്നായിരുന്നു. അപ്പൊ എല്ലാവർക്കും ടോട്ടലി കൺഫ്യൂഷൻ ഉണ്ടായി. ഇനി സത്യമാണോ, ഏതാണ് സത്യം ഏതാണ് കള്ളമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. എന്നാല് അതിനുശേഷം മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ചാനലില് ഒരു വോയിസ് വന്നിട്ടുണ്ടായിരുന്നു. മറുനാടൻ ഇതുവരെ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ അത് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് അതില് ഈ പെൺകുട്ടിയുടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയുടെ അച്ഛന്റെ ഒരു സുഹൃത്തുമായിട്ട് ഒരു ഫോൺ സംഭാഷണം അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഫോൺ സംഭാഷണത്തിൽ കുറെ സത്യങ്ങൾ വെളിയിൽ വന്നു. അതിനുശേഷം ആ ഒരു ഫോട്ടോ ആ പെൺകുട്ടി ഡിലീറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ ഇറങ്ങി വന്നു എന്നുള്ളത് സത്യം. 10 ദിവസം ഞാൻ അനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ കാണാൻ വീട്ടിൽ പോയി. അപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തു. തിരികെ ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അനൂപിന്റെ വീട്ടിൽ തിരിച്ചു വന്നു. ഇപ്പോഴും ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല. ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അതെനിക്ക് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ യാതൊരു താല്പര്യവുമില്ല. മാത്രമല്ല ഞങ്ങൾ തമ്മിൽ കുറ്റങ്ങൾ പറയില്ല എന്ന എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പുള്ളിയോ ഞാനോ നേരിട്ട് വന്ന് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ സുഹൃത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികൾ പലതും പറയും, അതാരും വിശ്വസിക്കരുത്. ഇതിനകത്ത് എനിക്ക് സ്പാർക്ക് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ടേ, ഇറങ്ങിപ്പോയത് ഇട്ടിട്ട് പോകാനല്ലെന്ന്. എന്തായിരുന്നത്? ഞാൻ പോളുണ്ട് ഒരാളുടെ കൂടെ ഇറങ്ങി വന്നത് കളഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ല എന്ന്. കുറെ വർഷം സ്നേഹിച്ച ആളെ കളഞ്ഞിട്ട് രായ്ക്ക് രാമായണം ഇറങ്ങിപ്പോയി. അപ്പൊ പിന്നെ ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും കൊള്ളാം. എന്ത് കാരണത്താലാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരി ചെയ്തത് 100% തെറ്റാണ്. അതിപ്പം ആരും ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. 100 150% തെറ്റ് തന്നെയാണ് ചെയ്തത്. കാരണം രായ്ക്ക് രാമായണം ഒരുത്തിന്റെ കൂടെ ഇറങ്ങി പോവുക വിഹിതമല്ലേ. ഒരാളെ കല്യാണം ഒഫീഷ്യലി ഒരാളുമായിട്ട് ലീഗലി മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വേറൊരാളെ പ്രണയിക്കുക, അയാളുടെ ഒപ്പം രാത്രിയിൽ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് 100% തെറ്റാണ്. ഇതിപ്പോ എന്ത് കാരണമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്. അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? അച്ഛനോടും അമ്മയോടും ഒക്കെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാ. ഇപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകളെ ഭയങ്കര ജീവനാണെന്നാ പറയുന്നത്. അപ്പൊ അച്ഛന്റെ വീട്ടിലേക്ക് പോവുക, അച്ഛനോട് കാര്യങ്ങൾ പറയാം, എനിക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല, അവിടെ നിൽക്കാനുള്ള സാഹചര്യമല്ല എന്ന് പറഞ്ഞിട്ട് ലീഗലി ഡിവോഴ്സ് ചെയ്യാമല്ലോ. ഇപ്പൊ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയില്ല എന്ന് പറയുന്ന എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന് പകരം ഡിവോഴ്സ് എഗ്രിമെന്റ് സൈൻ ചെയ്യാമല്ലോ. ലീഗലി ഡിവോഴ്സ് ആയിട്ട് മര്യാദയ്ക്ക് വളരെ മാന്യമായിട്ട് ഇറങ്ങി പോരാമായിരുന്നു. അതിനുശേഷം ഈ പറയുന്ന വ്യക്തിയുമായിട്ട്, ഒളിച്ചോടിപ്പോയ വ്യക്തിയുമായിട്ട് കല്യാണം കഴിക്കാമായിരുന്നു. ആരും ഒന്നും കുറ്റം പറയത്തില്ലായിരുന്നു. ഇത്രയും നാണക്കേട് ഉണ്ടാവില്ലായിരുന്നു. പേരൻസിന് നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു. ഈ പറയുന്ന ബ്ലോഗറിന്റെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു. ആർക്കും നാണക്കേട് ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ടൊരു നാണക്കേട് ഉണ്ടാക്കി വെച്ചില്ലേ. അതായത് ആൾക്കാർക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ആ ഒരു ഇഷ്ടം കളഞ്ഞു. ഇനി എല്ലാവരും കളിയാക്കില്ലേ. ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ പോലും മൊത്തം കളിയാക്കിക്കൊണ്ടാണ് ആൾക്കാർ ഇതിട്ടേക്കുന്നത്, മെസ്സേജ് ഇട്ടേക്കുന്നത്, കമന്റ്സ് ഇട്ടേക്കുന്നത്. അപ്പൊ എല്ലാവരും ഇനി കളിയാക്കും. ഒളിച്ചോടി പോയൊരു പെൺകുട്ടി എന്നൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് മാത്രമേ ഇനി നോക്കത്തുള്ളൂ. ഭർത്താവിരിക്കെ ലീഗലി ഡിവോഴ്സ് ആകാതെ വേറൊരുത്തരെ പ്രണയിക്കുന്നു, ഒരു ബസ് കണ്ടക്ടറെ പ്രണയിക്കുന്നു. അതിനുശേഷം എന്നും പോകുന്ന ബസ്സിലെ കണ്ടക്ടറാണ്, അയാളെ പ്രണയിക്കുന്നു. അതിനുശേഷം അയാൾ ആരെ വേണേലും പ്രണയിച്ചു. അത് ജോലിയൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ആ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ വിഷയം. ഒരാളെ ലീഗലി മാരീഡ് ആണ്, അയാളെ ചതിച്ചിട്ട് എന്ത് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല, നീയുമായിട്ട് എനിക്ക് ഇനി ഒത്തുപോകാൻ പറ്റത്തില്ല, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഈ ബന്ധം തുടർന്ന് പോകാൻ പറ്റത്തില്ല, നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞ് ലീഗലി ഡിവോഴ്സ് ചെയ്യാം. ലീഗലി ഡിവോഴ്സ് ചെയ്തതിന് ശേഷം ഇറങ്ങിപ്പോകാം, വീട്ടിൽ പോകാം. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പരിപാടി കാണിക്കാമല്ലോ. വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, വേറൊരാളെ കല്യാണം കഴിച്ചു. അതിപ്പം അയാളെ പ്രേമിച്ചത് കൊണ്ടാണ് ലീഗലി ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയുണ്ട്, ഒരു അഭിമാനമുണ്ട്. കാരണം നമ്മൾ ഒരു ബന്ധത്തിൽ ഇരിക്കുകയല്ല, നമ്മൾ ആ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് എന്നുള്ളൊരു അഭിമാനമെങ്കിലും ഉണ്ട്. അങ്ങനെയെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാം.
ഇവിടെ ഈ പെൺകുട്ടിക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇനി ഏതായാലും നമുക്ക് ആ സുഹൃത്ത് പറഞ്ഞ മറുനാടൻ മലയാളിക്ക് കൊടുത്ത ആ ഒരു വോയിസ് അതൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പോ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അവൾ അവളുടെ വീട്ടിലേക്ക് ബസ് ഡ്രൈവറുടെ സഹായത്തോടെ പോയി എന്നും പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മേഘയായിട്ട് പ്രത്യേകിച്ച് മേഘ നല്ല ബന്ധം ജീമോൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീമോനെ സംഭവിച്ചത്? ജീമോൻ ഒന്ന് പറഞ്ഞു എങ്ങനെയാന്ന്. ഇത് ഞാന് പുള്ളിയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ മുതൽ നല്ല ബന്ധമുണ്ട്. നേരത്തെ മുതൽ ഒരു 3-4 വർഷത്തോളമായി ഉള്ള ബന്ധമാണ്. അല്ല അന്ന് ഈ ബ്ലോഗർ ഒന്നും അറിയപ്പെടുന്ന അല്ലല്ലോ. അല്ല അറിയപ്പെടുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ കഴിഞ്ഞത്. ഈ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്. കല്യാണമൊക്കെ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ? അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതായി. ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തുള്ള അയൽവാസികളാ ഏകദേശം. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ. എന്നിട്ട് ഈ പയ്യൻ കുഴപ്പക്കാരനാണോ? അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല. പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ. അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല, അവര് പറയുന്നുള്ളൂ അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് പറയുന്നത്. അതും ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും ഇല്ല, പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവരോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൻഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. ഇവള് യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. അവരെങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല. അവള് പറഞ്ഞിട്ടുണ്ട്. അറിയാം. പഠിക്കാൻ വിട്ടായിരുന്നു. ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു. അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ ആ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഓടിക്കുക, ഡെയിലി പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് വീട്ടുകാരോട് പോലും ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ. അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. ഇല്ലായിരുന്നു, ഇവൻ അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത് വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവര് പറയുന്നത് അവര് കൊടുത്തതാന്നൊക്കെയാ. ഇവള് അവരുടെ പേര് കേസ് കൊടുക്കാനിരിക്കാന്നൊക്കെയാ. എന്നിട്ട് ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഇത് സംബന്ധിച്ച് ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഡ്രൈവറുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല. എല്ലാ താല്പര്യമുണ്ട്. അവന്റെ കൂടെ തന്നെയാ അവരുടെ കൂടെ തന്നെയാണ്. പിന്നെ അവിടുന്ന് അതെ. അപ്പൊ അവിടെ സൗകര്യ കുറവായതുകൊണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെയും കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ്. വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പം ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാണെന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്താണോ അതോ അവര് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങളെല്ലാം ഇവര് വിട്ടികളാക്കി. കേട്ടില്ലേ? നാണക്കേടായപ്പം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതാണ്. അതെന്തായാലും കുറച്ച് ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്ത് സാഹചര്യങ്ങളുടെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും, എന്തൊക്കെ വിഷയം ഉണ്ടായി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ എന്ത് സാഹചര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ന്യായീകരിക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ഓക്കെ, വിഷയമില്ല. പക്ഷേ ഇങ്ങനെ രായ്ക്ക് രാമായണം ഇറങ്ങിപ്പോയത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അതാർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ എക്സാമ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. ഒരു പ്രമുഖരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആൾക്കാരെടുത്ത് വിമർശിക്കും. ഇതിപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈഫിൽ നടന്നത് തന്നെയാണ്. എന്നാൽ അത് പബ്ലിക് ആകുമ്പോൾ ഉറപ്പായിട്ടും ആൾക്കാർ വിമർശിക്കാനുണ്ടാകും. ആൾക്കാരെടുത്ത് വെച്ച് വിമർശിക്കും, നാണക്കേടുണ്ടാകും. സ്വന്തം പേരിന് നാണക്കേടുണ്ടാക്കി, സ്വന്തം അച്ഛനും അമ്മയ്ക്കും നാണക്കേടുണ്ടാക്കി. അല്ല എന്ത് പറയാനാണ്?
ഇപ്പൊ ഇറങ്ങിപ്പോയി നാണക്കേടുണ്ടാക്കി. ഇനി അയാളുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു പേര് ഒരിക്കലും നമ്മുടെ തലയിൽ തേച്ചാലും മാച്ചാലും പോവില്ല.